നമസ്കാരം. പാലാ നഗരസഭയിൽ യു.ഡി.എഫിന്റെ പരസ്യപ്പോര്. ചെയർപേഴ്സൺ ദിയ പുളിക്കക്കണ്ടത്തിലിനോടുള്ള വിശ്വാസം നഷ്ടമായെന്ന് 6 യു.ഡി.എഫ് കൗൺസിലർമാർ നേതൃത്വത്തിന് കത്തയച്ചു പറഞ്ഞു. പുളിക്കക്കണ്ടം കുടുംബാംഗങ്ങളായ 3 സ്വതന്ത്ര കൗൺസിലർമാരുടെ പിന്തുണയോടെയാണ് പാലാ നഗരസഭ യു.ഡി.എഫ് ഭരിക്കുന്നത്. എന്നാൽ ഭരണം നഷ്ടമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. യു.ഡി.എഫിന്റെ കൗൺസിലർമാരായി നിലനിൽക്കുന്ന സമയത്ത് പോലും തങ്ങൾക്ക് യാതൊരുവിധ റോളും നഗരസഭയ്ക്കകത്ത് ലഭിക്കുന്നില്ലെന്നും പുളിക്കക്കണ്ടം കുടുംബത്തിലെ 3 കൗൺസിലർമാർ ഏകാധിപത്യ സ്വഭാവത്തിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നും ചൂണ്ടിക്കാണിച്ചാണ് 6 അംഗങ്ങൾ കത്ത് നൽകിയിരിക്കുന്നത്. വൈസ് ചെയർപേഴ്സൺ മായ രാഹുൽ ഉൾപ്പെടെയാണ് കത്തിൽ ഒപ്പിട്ടത്. കഴിഞ്ഞ 6 മാസക്കാലമായും പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലും സ്വതന്ത്ര മുന്നണി കൂട്ടായ്മയിൽ നിന്നുണ്ടായ സംഭവവികാസങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കും കോൺഗ്രസ് കൗൺസിലർമാർക്കും വളരെ അപമാനമാണ് ഉണ്ടാക്കിയതെന്നും കത്തിൽ ആരോപിച്ചു. യു.ഡി.എഫ് ഭരണം എന്ന് പറയാമെങ്കിലും കോൺഗ്രസ് കൗൺസിലർമാർക്കോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കോ യാതൊരുവിധ റോളും ഈ ഭരണത്തിൽ ഇല്ലായിരുന്നു. സംസ്ഥാന ഭരണത്തിനും യു.ഡി.എഫ് എം.എൽ.എ ജയിക്കുന്നതിന് വേണ്ടിയും യാതൊരുവിധ അപസ്വരങ്ങളും ഉണ്ടാക്കാതെ യു.ഡി.എഫ് നേതാക്കൾ പറഞ്ഞതനുസരിച്ച് മുന്നോട്ടു പോവുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പാർലമെന്ററി പാർട്ടിയിൽ കോൺഗ്രസ് കൗൺസിലർമാർക്കെതിരെയും വാക്കേറ്റവും കയ്യേറ്റ ശ്രമവും വരെ ഉണ്ടായെന്നും കത്തിൽ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 3 പോലീസുകാരുടെയും നഗരസഭാ ജീവനക്കാരുടെയും സാന്നിധ്യത്തിൽ മൊഴിയെടുത്തിട്ടും ഒരു കോൺഗ്രസ് കൗൺസിലർക്കെതിരെ മോഷണം ഉൾപ്പെടെയുള്ള കള്ളക്കേസ് ചെയർപേഴ്സൺ കൊടുക്കുകയും കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളെയും വിളിച്ച് വരുത്തി വാർത്ത നൽകി അപമാനിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ചെയർപേഴ്സൺ ദിയ ബിനുവിനും സ്വതന്ത്ര കൂട്ടായ്മയിലുമുള്ള വിശ്വാസം ഞങ്ങൾക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നും കത്തിൽ പറയുന്നു. അതേസമയം യു.ഡി.എഫിന്റെ നേതൃത്വത്തിൽ അനുനയ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. 14 യു.ഡി.എഫ് കൗൺസിലർമാരെയും വിളിച്ചു ചേർത്ത് ചർച്ച തുടരുകയാണ്. മാണി സി കാപ്പന്റെ വീട്ടിലാണ് ചർച്ച. ഫ്രാൻസിസ് ജോർജ് എം.പി ഉൾപ്പെടെയുള്ളവർ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം പാലാ നഗരസഭയിൽ ഭരണപക്ഷത്ത് തർക്കം രൂക്ഷമാവുകയാണ്. കോൺഗ്രസ് കൗൺസിലർക്കെതിരെ മോഷണ ആരോപണവുമായി കഴിഞ്ഞ ദിവസമാണ് ചെയർപേഴ്സൺ ദിയ പുളിക്കക്കണ്ടം രംഗത്ത് വന്നത്. ഓഫീസിൽ നിന്ന് വാച്ചും ഫയലും മോഷ്ടിച്ചു എന്നാണ് പരാതി നൽകിയത്. കോൺഗ്രസ് കൗൺസിലറായ ബിജു മാത്യൂസിനെതിരെയായിരുന്നു പരാതി. കഴിഞ്ഞ ദിവസം ദിയയുടെ പിതാവ് ബിനു പുളിക്കക്കണ്ടം കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നാരോപിച്ച് കോൺഗ്രസ് കൗൺസിലർ ബിജു പോലീസിൽ പരാതി നൽകിയിരുന്നു. ചെയർപേഴ്സണിൽ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് കോൺഗ്രസ് കൗൺസിലർ പ്രതികരിച്ചു. ഇക്കാര്യം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. പിന്തുണ പിൻവലിക്കുന്ന കാര്യം പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എന്നും ബിജു മാത്യു പറഞ്ഞിരുന്നു. മോഷണം ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് കൗൺസിലർ ബിജു മാത്യൂസ് രംഗത്ത് വന്നത്. ബിജുവിനെ കയ്യേറ്റം ചെയ്തുവെന്ന പരാതിയിൽ അന്വേഷണം നടക്കുകയായിരുന്നു. കൊട്ടാരമറ്റത്തെ ഒരു ഓട്ടോ സ്റ്റാൻഡ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത്. കഴിഞ്ഞ ദിവസം പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ കയ്യേറ്റത്തിന് ശ്രമിച്ചു എന്നാണ് പരാതി. ഇതേ തുടർന്ന് ബിജു മാത്യു പോലീസിൽ പരാതി നൽകി. പുളിക്കക്കണ്ടം കൗൺസിലർമാർ ഏകപക്ഷീയമായി പെരുമാറുന്നു എന്ന ആക്ഷേപമാണ് കോൺഗ്രസ് കൗൺസിലർ ഉന്നയിച്ചത്. ആരോപണം ബിനു പുളിക്കക്കണ്ടം പൂർണ്ണമായും തള്ളിയിരുന്നു.